അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 36ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഇൻഫിത്താറിലെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്തൊന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. ഇനി നമുക്കതിലെ 13-14 വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും നോക്കാം. ഇന്നൽ അബ്റാറ ലഫീ നഈം. ആയത്തിന്റെ അർത്ഥം നിശ്ചയമായും പുണ്യവാന്മാർ അവർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. വാക്കർത്ഥങ്ങൾ നോക്കാം. ഇന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും എന്നാണ് അതിന്റെ അർത്ഥം. അൽ അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരായുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ലവരായുള്ള ആളുകൾ. ലഫീ തീർച്ചയായും ആയിരിക്കും. ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഒരു ഇന്നയുടെ അതേ അർത്ഥമാണ് അതിന് വരിക. അപ്പം ലഫീ അവർ ആയിരിക്കും, അതിലായിരിക്കും എന്നർത്ഥം. നഈമിൻ സുഖാനുഗ്രഹത്തിൽ ആയിരിക്കും. അപ്പം ലഫീ നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. 14ാമത്തെ വചനം, അതിൻ്റെ അർത്ഥം ദുർമാർഗികളായ ആളുകൾ അല്ലെങ്കിൽ തോന്നിവാസികളായിട്ടുള്ള ആളുകൾ അവർ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും. വ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുമാണ്. ഇന്ന എന്നതിൻ്റെ കൂടെ വ വരുമ്പോൾ കഴിഞ്ഞ ആ ഒരു വചനത്തിലേക്ക് ബന്ധിപ്പിക്കുകയാണ് അതിനെ ചെയ്യുന്നത്. വ ഇന്ന അങ്ങനെയും തന്നെയാണ്. അൽ ഫുജ്ജാറ തോന്നിവാസികളായുള്ള ആളുകൾ, ലഫീ ജഹീം അവർ ജ്വലിക്കുന്ന അഗ്നിയിലും ആയിരിക്കുമെന്നാണ്. അപ്പോൾ അഗ്നിയിലും എന്നൊരു മറ്റുള്ള കഴിഞ്ഞ വചനത്തിലേക്ക് ബന്ധപ്പെടുത്തുന്നത് വാവാണ്. ആ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, യുഖ്ബിറു തആല അമ്മാ യസീറുൽ അബ്റാർ ഇലൈഹി മിനൻ നഈം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്, പുണ്യം ചെയ്തവരായുള്ള നല്ല രീതിയിൽ ജീവിതം നയിച്ച ആളുകൾ അവർ നഈമിലായിരിക്കും, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്നാണ്. വഹുമല്ലദീന അതാഉല്ലാഹ അസ്സ വജൽ. ആരാണ് ഈ പുണ്യവാന്മാരായുള്ള ആളുകൾ? അതാഉല്ലാഹ അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചവരാണവർ. വലം യുഖാബിലൂഹു ബിൽ മആസി, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വിപരീതം പ്രവർത്തിക്കാത്തവരുമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകർ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാം. ഖാല, പ്രവാചകൻ പറയുന്നു, ഇന്നമാ സമ്മാഹുമുല്ലാഹു അൽ അബ്റാറ ലിഅന്നഹും ബർറു അൽ ആബാഅ വൽ അബ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗം ആളുകളെ അബ്റാർ പുണ്യവാന്മാർ എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലിഅന്നഹും ബർറു അൽ ആബാഅ വൽ അബ്നാ. അതിൻ്റെ കാരണം അവർ അവരുടെ പിതാക്കന്മാരോടും മക്കളോടുമെല്ലാം അവർ മാന്യമായി കൊണ്ട് പെരുമാറുന്നവരാണ്, അതേപോലെ തന്നെ അവർക്ക് പുണ്യം ചെയ്യുന്നവരുമാണ് എന്നാണ്. ഇനി ഇമാം ഇബ്നു ആശൂർ റഹ്മഹുല്ലാ നൽകിയ വിശദീകരണം നോക്കാം. അൽ അബ്റാർ എന്ന് പറഞ്ഞാൽ ജംഉ ബർരിൻ, പുണ്യം എന്നതിൻ്റെ അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്നവൻ എന്ന ആ ഒരു പദത്തിൻ്റെ ബഹുവചനമാണ് അൽ അബ്റാർ എന്നുള്ളത്. വഹുവ തഖി, അതിൻ്റെ മറ്റൊരു അർത്ഥം നോക്കുകയാണെങ്കിൽ തഖ്വയുള്ളവൻ അല്ലെങ്കിൽ സൂക്ഷ്മത പുലർത്തുന്നവൻ എന്നൊരർത്ഥം അതിന് നൽകാൻ സാധിക്കും. അതേപോലെ തന്നെ ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ ജംഉ ഫാജിർ, തോന്നിവാസി എന്നതിൻ്റെ ബഹുവചനമാണ് ഫുജ്ജാർ എന്നുള്ളത്. ഫാജിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ മുത്തസിഫ് ബിൽ ഫുജൂർ വഹുവ ദിദ്ദുൽ ബുറൂർ, അഥവാ തെമ്മാടിത്തം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ്, ആ ഒരു സ്വഭാവം ജീവിതത്തിലുള്ളവനാണ് ഫാജിർ എന്ന് അറിയപ്പെടുന്നത്. ഫാജിർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ അബ്റാർ എന്ന ആ ഒരു പദത്തിൻ്റെ നേരെ വിപരീതമാണ് ഫാജിർ എന്നുള്ളത്, ഫുജ്ജാർ എന്നുള്ളത്. ഫാജിർ ഫുജ്ജാർ എന്നൊക്കെ പറഞ്ഞാൽ ബർറ് അബ്റാർ എന്നതിൻ്റെ നേരെ വിപരീതമാണ് എന്നർത്ഥം. ഇനി നഈം എന്ന് പറഞ്ഞാൽ ഇസ്മു മാ യൻഅമു ബിഹിൽ ഇൻസാൻ, മനുഷ്യന് കിട്ടുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെയും നഈം എന്ന് വിളിക്കുമെന്നാണ്.
മനുഷ്യൻക്ക് അനുഗ്രഹമായി അവന് സന്തോഷമുണ്ടാക്കുന്നതായിക്കൊണ്ട് അനുഭവപ്പെടുന്ന ഏതൊരു കാര്യവും നഈമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ ജഹീം എന്ന് പറഞ്ഞാൽ സോറ അലമൻ ബിൽ ഗലബത്തി അലാ ജഹന്നം, നരകത്തിന്റെ മറ്റൊരു നാമമാണ് ജഹീം എന്നുള്ളത്, കത്തിജ്വലിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ നരകം അതിൻ്റെ വിശേഷണം ധാരാളമായി ഇങ്ങനെ പറയുമ്പോൾ അത് ജഹീമാണ്, കത്തിജ്വലിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നാമമായിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇനി നമുക്കതിൽ ഇമാം ബഗവി റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. ഖൗലുഹു അസ്സ വജൽ ഇന്നൽ അബ്റാറ ലഫീ നഈം എന്ന് പറഞ്ഞാൽ അൽ അബ്റാർ അല്ലദീന ബർറു വസദഖു ഫീ ഈമാനിഹിം ബിഅദാഇ ഫറാഇദില്ലാഹി അസ്സ വജൽ വജ്തിനാബിൽ മആസി. അഥവാ അബ്റാർ പുണ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അവർ സദഖു ഫീ ഈമാനിഹിം അവരുടെ ഈമാനിൽ സത്യസന്ധത പുലർത്തിയവരാണ്. അഥവാ എല്ലാവരും വിശ്വസിക്കുന്നവരാണ്, പക്ഷേ ആ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് അബ്റാർ എന്നുള്ളതാണ്. ഫി ഈമാനിഹിം അവരുടെ വിശ്വാസത്തിൽ. എങ്ങനെയാണ് സത്യസന്ധത പുലർത്തുന്നത്? ബി അദാഇ ഫറാഇദില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കി തന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെയും വജ്തിനാബിൽ മആസി അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വെടിഞ്ഞുകൊണ്ടുമാണ് അവർ അവരുടെ ഈമാനിൽ സത്യസന്ധത പുലർത്തുന്നത് എന്നാണ്. ഇനി അതിനുശേഷം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം എന്നതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ബഗവി റഹ്മഹുല്ല തന്നെ പറയുകയാണ്, റുവിയ അന്ന സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഖാല ലി അബി ഹാസിം അൽ മദനി. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അബൂ ഹാസിം അൽ മദനിയോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ലൈത ശഅരി മാ ലനാ ഇൻദല്ലാഹ്, അല്ലയോ എൻ്റെ കഷ്ടമേ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നമുക്കുണ്ടായിരിക്കുക. അപ്പം അദ്ദേഹം തിരിച്ച് പറയുകയാണ്, അഥവാ അള്ളാഹിൻ്റെ അരികിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക, എന്തായിരിക്കും നമ്മളിപ്പോൾ ചെയ്തിട്ട് നമ്മളെ കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം അബൂ ഹാസിം അൽ മദനിയോട് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അബൂ ഹാസിം മദനി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനോട് തിരിച്ച് പറയാണ്, ഇഅ്രിദ് അമലക അലാ കിതാബില്ലാ ഫഇന്നക തഅലം മാ ലക ഇൻദല്ലാഹ്. നീ നിന്റെ പ്രവർത്തനത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുക. നിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലേക്ക് നീ ചേർത്ത് വെച്ച് നോക്കുക. ഫഇന്നക തഅലം മാ ലക ഇൻദല്ലാഹ്. അപ്പോൾ എനിക്ക് മനസ്സിലാകും എന്താണ് നിനക്ക് നിൻ്റേതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് എന്താണ് നാളെ പരലോകത്ത് നമുക്ക് ഉണ്ടായിരിക്കുക എന്നൊരു റിസൾട്ട് കിട്ടുമെന്നാണ്. തിരിച്ച് അദ്ദേഹം ചോദിച്ചു, ഫഅയ്ന അജിദു ഫീ കിതാബില്ല, അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിൽ എവിടെയാണ് നമുക്കത് കാണാൻ കഴിയുക? അപ്പോൾ അദ്ദേഹം അബൂ ഹാസിം അൽ മദനി തിരിച്ച് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഇൻദ ഖൗലിഹി ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ആ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ആശയതലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. തിരിച്ച് അദ്ദേഹം ചോദിച്ചു, ഖാല സുലൈമാൻ ഫഅയ്ന റഹ്മത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് എവിടെയാണുള്ളത്? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഖരീബു മിനൽ മുഹ്സിനീൻ, അത് മുഹ്സിനീങ്ങളോടടുത്താണ് അതുള്ളത്, മുഹ്സിനീങ്ങളുടെ അരികിലായിരിക്കും അതുണ്ടായിരിക്കുക, അവർക്കാണ് അതിൻ്റെ സാമീപ്യം ലഭിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൂടുതൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അൽ അബ്റാർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ആ പുണ്യവാന്മാരുടെ അരികിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇനി നമുക്ക് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് നൽകിയ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. ദീർഘമായ വിശദീകരണം അദ്ദേഹം ഈ ഒരു വചനത്തിൻ്റെ കീഴിൽ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം, അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, വലാ തഹ്സബു അന്ന ഖൗലഹു തആല ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഈ രണ്ട് വചനങ്ങളെ സംബന്ധിച്ച് നീ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. എന്ത്? മഖ്സൂറുൻ അലാ നഈമിൽ ആഖിറ, അത് പരലോകത്തെ നിഅമത്തുകളിൽ ചുരുക്കപ്പെട്ടതാണ് എന്ന് നീ വിചാരിക്കേണ്ടതില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ അബ്റാറുകൾക്ക് നഈമുണ്ട് എന്ന്, അല്ലെങ്കിൽ അബ്റാറുകൾ നഈമിലാണ് ഉള്ളത്, സുഖാനുഗ്രഹത്തിലാണ് പുണ്യവാന്മാരുണ്ടായിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഫുജ്ജാറുകളായുള്ള തെമ്മാടികളായുള്ള ആളുകൾ ജഹീമിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ഇതൊരിക്കലും പരലോകത്തെ വിഷയം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത് എന്ന് നീ
ഒരിക്കലും മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ജഹീമിഹ ഫഖത് ബൽ ഫിദു അലിഹിമു സലാസ കദാലിക്. നരകാണെങ്കിലും ജഹീമാണെങ്കിലും നഈമാണെങ്കിലും രണ്ടും പരലോകത്തേക്ക് മാത്രമല്ല മറിച്ച് 3 ലോകത്തേക്കും അത് ബാധകമാണ് എന്നാണ്. അഥവാ അനീദാർ ദുനിയാവിക ജീവിതത്തിലാണെങ്കിലും ദാറുൽ ബർസഖിയായ ജീവിതത്തിലാണെങ്കിലും ദാറുൽ ഖറാർ പരലോക ജീവിതത്തിലാണെങ്കിലും 3 ലോകത്താണെങ്കിലും ശരി അത് ബാധകമാണ് എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. ഫഹഉലാഇ ഫീ നഈമിൻ വഹഉലാഇ ഫീ ജഹീമിൻ. ഒരു വിഭാഗം നഈമിലായിരിക്കും, മറ്റൊരു വിഭാഗം ജഹീമിലായിരിക്കും, ദുരിതത്തിലായിരിക്കും എന്നാണ്. എന്നിട്ട് അദ്ദേഹം ശേഷം പറയുകയാണ് വഹലിൻ നഈമു ഇല്ലാ നഈമുൽ ഖൽബ്. ഹൃദയത്തിന് സുഖാനുഗ്രഹമുണ്ടാവുക എന്നതിനേക്കാൾ അപ്പുറം മറ്റൊരു നഈം എന്താണുള്ളത്? അഥവാ ഹൃദയത്തിന് സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമാധാനം. അതിൻ്റെ അപ്പുറം വേറൊരു സമാധാനം കിട്ടാനില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വഹലിൽ അദാബ് ഇല്ല അദാബുൽ ഖൽബ്. ഹൃദയത്തിന് അദാബ് ഉണ്ടായിരിക്കുക, ദുരിതമുണ്ടായിരിക്കുക എന്നതിനേക്കാൾ അപ്പുറം വലിയൊരു ദുരിതം നമുക്ക് ബാധിക്കാനില്ല എന്നുള്ളത്. ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അസ്വസ്ഥത ഉണ്ടാവുക എന്നുള്ളതാണ്. അദ്ദേഹം ശേഷം പറയുന്നു അയ്യു അദാബിൻ അശദ്ദു മിനൽ ഖൗഫി വൽ ഹമ്മി വൽ ഹുസ്ൻ. ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും വ്യസനവും ഒക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ വലീഖുസ് സദ്ർ, ഹൃദയത്തിന് കുടുസതയുണ്ടായിരിക്കുക. വഇറാലിഹി അനില്ലാഹി വദ്ദാരിൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വതആലയെയും അതേപോലെ തന്നെ പരലോകത്തെയും എല്ലാം അശ്രദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുക. വതഅല്ലുഖിഹി ബിഗൈരില്ല, അല്ലാഹു അല്ലാത്തതിലേക്ക് ഹൃദയം ബന്ധം പുലർത്തുക, അല്ലാഹനെ മറന്നുകാണ്ട് മറ്റുള്ള പലതിലേക്കും ബന്ധം വെച്ച് പുലർത്തുക. വൻ ഖിതാഇഹി അനില്ല, അള്ളാഹുവിനോടുമായുള്ള ബന്ധങ്ങൾ പരിപൂർണമായും മുറിക്കപ്പെടുക. ബികുല്ലി വാദിൻ മിൻഹു ശുബ, ഓരോ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള എത്തിപ്പെടാൻ ഉതകുന്ന എല്ലാ മാർഗങ്ങളും പരിപൂർണമായും ആ വ്യക്തിയിൽ നിന്ന് അടക്കപ്പെടുക. അപ്പോൾ ആ ഒരു ദുരിതം അത് ഏറ്റവും വലിയ ദുരിതമാണ്. അതിനേക്കാൾ അപ്പുറം വലിയൊരു ദുരിതം ഒരാൾക്ക് വരാനില്ല. അതിനേക്കാൾ വലിയ അദാബ്, ശിക്ഷ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾക്ക് ബാധിക്കാനില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വകുല്ലു ശൈഇൻ തഅല്ലക ബിഹി വഅഹബ്ബഹു മിൻ ദൂനില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആലയെ ഒഴിവാക്കിയിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്ത് കാര്യമാണെങ്കിലും, ദുനിയാവിലെ കാര്യങ്ങളാകട്ടെ മറ്റുള്ള സുഖ അനുഗ്രഹങ്ങളാകട്ടെ എന്തൊക്കെയാണെങ്കിലും ശരി, അതേപോലെ തന്നെ അവൻ ബന്ധപ്പെടുന്ന അവൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളാണെങ്കിലും ശരി, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള ബന്ധം മുറിച്ചുകൊണ്ടാണ് എങ്കിൽ അതാണ് അവനെ ഏൽക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫകുല്ലു മൻ അഹബ്ബ ശൈഅൻ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയെയോ ആ വിഷയത്തെയോ ആ വസ്തുവിനെയോ അവൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉദ്ദിബ ബിഹി സലാസ മറാത്തിൻ ഫി ഹാദിഹി ദാർ, ദുനിയാവിൽ തന്നെ അവൻ 3 കാര്യങ്ങളാൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്, 3 തവണ ശിക്ഷിക്കപ്പെടുമെന്നാണ്. ഒന്നാമത്തേത് ഫഹു യുഅദ്ദിബു ബിഹി ഖബ്ല ഹുസൂലിഹി ഹത്താ യഹ്സുൽ, ആ കാര്യം അവൻ ആഗ്രഹിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം അത് എത്തിപ്പെടുന്നത് വരെ അവൻ അതിൽ ഇങ്ങനെ താല്പര്യം കൂറി അതിങ്ങനെ ഇപ്പോൾ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും. അതൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ അവനുള്ള ശിക്ഷയാണ് എന്നാണ്. രണ്ടാമത്തേത് ഫഇദാ ഹസല ഉദ്ദിബ ബിഹി ഹാല ഹുസൂലിഹി ബിൽ ഖൗഫ് മിൻ സൽബിഹി വഫവാതിഹി, ആ കാര്യം അവൻ താല്പര്യപ്പെടുന്ന അവൻ കൊതിക്കുന്ന ആ കാര്യം അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറഞ്ഞു പോകുമോ, അത് നഷ്ടപ്പെട്ടു പോകുമോ, അത് അവനിൽ നിന്നും ഇല്ലാതാകുമോ എന്നുള്ള ഒരു വേവലാതിയും പേടിയും അവനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് അവനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അവന് ലഭിക്കുന്ന ശിക്ഷയാണ് എന്നാണ്. മൂന്നാമത്തെ കാര്യം ഫഇദാ സുലിബ ഇഷ്തദ്ദ അലൈഹി അദാബുഹു, അത് അവനിൽ നിന്നും കഴിഞ്ഞു പോയാൽ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു അവൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഭവം അവനിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ വീണ്ടും അത് മനക്ലേശത്തിൽ അവൻ പ്രയാസത്തിൽ അകപ്പെടുന്നു എന്നുള്ളതാണ്. ആ 3 രീതിയിൽ അവനെ ആ ഒരു ശിക്ഷ ബാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫഹാദിഹി സലാസത്തു അൻവാ മിൻ അദാബി ഫി ഹാദിഹി ദാർ, ദുനിയാവിക ജീവിതത്തിൽ വെച്ച് അവനെ അനുഭവിക്കുവാനുള്ള അല്ലെങ്കിൽ അവനെ ബാധിക്കുവാനുള്ള 3 ഇനം ശിക്ഷകളാണ് അദ്ദേഹം ഇവിടെ വിവരിച്ചു തന്നിട്ടുള്ളത്. ഇനി അമ്മാ ഫിൽ ബർസഖ്, അത് ബർസഖിയായ ലോകത്താണ് എങ്കിൽ, അഥവാ അള്ളാഹു സുബ്ഹാനഹു തആലയുമായി ബന്ധം വെച്ച് പുലർത്താത്ത അള്ളാഹുവിനേക്കാൾ മറ്റെന്തിനോടൊക്കെയോ താല്പര്യം വെച്ച് പുലർത്തുകയും ചെയ്ത
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബർസഖിലെത്തിക്കഴിഞ്ഞാൽ ഫഅദാബുൻ യുഖാരിനുഹു അലമുൽ ഫിറാഖില്ലദീ ലാ യർജു ഔദ, ഒരിക്കലും തന്നെ മടങ്ങിയെത്താൻ സാധിക്കാത്ത വിധം ഒരു വലിയൊരു വേർപാടിൽ അവൻ എത്തിയിട്ടുണ്ട് എന്ന ഒരു വേദന അവനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. അത് അവനുള്ള ശിക്ഷയാണ് എന്നാണ്. രണ്ടാമത്തേത് വഅലമു ഫവാതി മാ ഫാതഹു മിനൻ നഈമിൽ അദീമി ബിശ്തിഗാലിഹി ബിദദ്ദി, അഥവാ ദുനിയാവിൽ അവൻ ആഗ്രഹിക്കുകയും അവൻ കൊതിക്കുകയും അങ്ങനെ അവൻ അവസാനം എത്തിപ്പെടുകയും ചെയ്ത അവൻ അനുഭവിച്ചു പോന്ന സകലമാന സുഖാനുഗ്രഹങ്ങളും അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നൊരു വേവലാതിയും ബുദ്ധിമുട്ടും അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തേത് വഅലമുൽ ഹിജാബി അനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പരിപൂർണമായും ഒരു മറ അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. അള്ളാഹുവിൽ നിന്നും യാതൊരു കാരുണ്യത്തിൻ്റെ നോട്ടമോ ഒരു പ്രവൃത്തിയോ ഒന്നും തന്നെ അവന് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പരിപൂർണമായും അവനിൽ നിന്നും വിലക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം വഅലമുൽ ഹസ്റത്തില്ലതി തഖ്തഉൽ അക്ബാദ് ഫൽഹമ്മു വൽ ഗമ്മു വൽ ഹുസ്നു തഅമലു ഫീ നുഫൂസിഹിം നദീറ മാ യഅമലു ഹവാം വദ്ദീദാൻ ഫീ അബ്ദാനിഹിം, താൻ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയങ്ങളെയും അവൻ്റെ കരളിനെയും എല്ലാം കീറിമുറിക്കും വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായുള്ള ശിക്ഷകൾ അവൻ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് എന്നോർത്ത് അവൻ പ്രയാസത്തിലായിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഏതുപോലെ എന്നാൽ അവൻ്റെ ശരീരം പുഴുക്കൾ കടിച്ചു കീറി നശിപ്പിക്കുന്നത് പോലെ പരലോകത്ത് ഭാവിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന ആ ഒരു വേവലാതിയും ആ ഒരു ഹസ്രത്ത്, ആ ഒരു നഷ്ടത്തിൻ്റെ ചിന്തയും അവനെ ഉണർത്തിക്കൊണ്ടിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 രീതിയിൽ ബർസഖി ലോകത്ത് അവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ബർസഖി ലോകത്ത് അവൻ അനുഭവിക്കുന്ന ഈ വിധത്തിലുള്ള ശിക്ഷകളെല്ലാം തന്നെ അത് ബൽഅമലുഹാ ഫിൻ നുഫൂസി ദായിമുൻ മുസ്തമിർ, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഹത്താ യറുദ്ദഹ അല്ലാഹു ഇലാ അജ്സാദിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വിടുന്നത് വരെ അത് തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ്. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷയും ചിന്തകളും അവനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേപോലെ യൗമുൽ ഖിയാമ വരെ അവനെ ഈ വിധത്തിലുള്ള ചിന്തകൾ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഫഹീനഇദിൻ യന്തഖിലുൽ അദാബ് ഇലാ നൗഇൻ ഹുവ അദ്ഹാ വ അമർ, അതിന് ശേഷം പിന്നെ അതിനേക്കാൾ അപ്പുറം വേദനാജനകമായ, അതിനേക്കാൾ കയ്പ് പകർന്നു നൽകുന്ന വിധത്തിലുള്ള ശിക്ഷയിലേക്ക് അവൻ കടത്തപ്പെടുകയും ചെയ്യുമെന്നാണ്. فأين هذا من نعيم من يرقص قلبه طربا وفرحا وأنسا بربه ينال, ഇഹലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ബന്ധം വെച്ച് പുലർത്തുകയും അങ്ങനെ ആ ഒരു രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അനുസൃതമായ അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ടുള്ള ജീവിതം നയിച്ച ഓരോ വ്യക്തികളും അന്നും ഇന്നും പരിപൂർണമായും സമാധാനത്തിലും നഈമിലുമായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു നഈമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അത് ഇഹലോകത്തും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഈമായിരിക്കും, സുഖാനുഗ്രഹത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. ബർസഖി ലോകത്തും അതേ രീതിയിൽ തന്നെ പരലോകത്തും അതിനേക്കാൾ അപ്പുറം സുഖാനുഗ്രഹത്തിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ഹത്താ യഖൂല ബഅ്ദുഹും ഫി ഹാലി നസ്ഇഹി വ തറബ, ആ ഒരു ഘട്ടത്തിൽ അവർ പരസ്പരം മംഗളങ്ങൾ ഓതിക്കൊണ്ടായിരിക്കും അവർ ഇഹലോകത്ത് നിന്ന് വിട പറയുക തന്നെ ഉണ്ടായിരിക്കുക എന്നാണ്. അതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരങ്ങൾ ഉന്നയിക്കുന്നതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. മസാകീനു അഹ്ലുദ്ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു ലദീദൽ ഐശി ഫീഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ, ദുനിയാവിൽ മിസ്കീനുമാരായി ജീവിച്ച ആളുകൾ പരലോകത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ, ആ ഒരു ലോകത്തേക്ക് അവർ കടക്കുമ്പോൾ അവർ ഏറ്റവും സുഖസുന്ദരമായ ജീവിതത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സംഭാഷണമായിക്കൊണ്ട് കാണാം, വയഖൂലുൽ ആഖിർ ലൗ അലിമ അൽ മുലൂക് വ അബ്നാഉൽ മുലൂക്, രാജാക്കന്മാരും രാജകുമാരന്മാരും എല്ലാം ഈ ഒരു സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ ബോധവാന്മാരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സുഖ സൗകര്യങ്ങൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, വാളുകൾ പ്രയോഗിച്ചിട്ട് കൊണ്ടാണെങ്കിലും അവർ അതിലേക്ക് എത്തിപ്പെടുവാൻ ധൃതി കാണിക്കുമായിരുന്നു എന്നാണ്.
വയഖൂലുൽ ആഖർ ഇന്ന ഫിദ്ദുന്യ ജന്നതൻ, മറ്റൊരു വിഭാഗം പറയുന്നതായി കൊണ്ട് കാണാം ഇന്ന ഫിദ്ദുന്യ ജന്നതൻ, തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ആ സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിക്കാതിരിക്കുന്നത് അവന് പരലോകത്തെ സ്വർഗത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കേണ്ടതായ ഒരു ക്രമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ക്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തിടത്തോളം കാലം പരലോകത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വമഅലൂമുൻ അന്ന കമാലൽ അബ്ദി ഹുവ ബിഅൻ യകൂന ആരിഫൻ ബിന്നഈമി അല്ലദി യത്ലുബുഹു, ഒരു അടിമ അവൻ്റെ പൂർണ്ണമായുള്ള ജീവിതം അവൻ നയിക്കുന്നത് അവൻ എത്തിപ്പെടേണ്ടതായ നിഅമത്തുകളെ കുറിച്ച് അവൻ ബോധവാനാകുമ്പോഴാണ്. വൽ അമലുല്ലദി യൂസലു ഇലൈഹി, ആ നിഅമത്തിലേക്ക് എത്തിപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ ബോധവാനാകുമ്പോഴാണ് അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറുന്നത് എന്ന്. വഅൻ യകൂന മഅ ദാലിക ഫീഹി ഇറാദതൻ ജാസിമതൻ ലിദാലിക്കൽ അമൽ, ആ ഒരു പ്രവർത്തനം അപ്രകാരം തന്നെ കൊണ്ടു നടക്കുമെന്ന തീരുമാനവും അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മഹബ്ബത്തുൻ സാദിഖത്തുൻ ലിദാലിക്കൻ നഈം, അത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു നിഅമത്ത് അത് കരസ്ഥമാക്കുവാൻ അവൻ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല എങ്കിൽ ഫൽ ഇൽമു ബിൽ മത്ലൂബി വ തരീഖുഹു ലാ യഹ്സുൽ ഇൻ ലം യഖ്തരിൻ ബിദാലിക്കൽ അമൽ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൻ കാഴ്ചവെച്ചിട്ടില്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ ഒരു നിഅമത്തിലേക്ക് എത്തിപ്പെടുവാൻ അവന് സാധിക്കുകയും ഇല്ല എന്നുള്ളതാണ്. ഉറച്ച തീരുമാനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, അതിനനുസൃതമായ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന്. വൽ ഇറാത്തുൽ ജാസിമ ലാ തൂജബു വുജൂദുൽ മുറാദ് ഇല്ലാ ഇദാ ലാസമഹ സബ്ർ, കൃത്യമായ ക്ഷമ അവലംബിക്കാത്തിടത്തോളം കാലം ആ ഒരു പൂർണ്ണമായ ഇറാദത്ത് ഉദ്ദേശം അത് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നില്ലെങ്കിൽ, ക്ഷമ അവലംബിച്ച് ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിലേക്കൊരു പക്ഷേ എത്തിപ്പെടുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞു വെക്കുന്നത്. ഫസാറത് സആദത്തുൽ അബ്ദി, ഒരടിമയുടെ സന്തോഷം അത് ഉണ്ടാകുന്നത് കമാലു ലദ്ദതിഹി വ നഈമിഹി മൗഖൂഫൻ അലാ ഹാദിഹിൽ മഖാമാത്തിൽ ഖംസ ഇൽമുഹു ബിൻ നഈമി അൽ മത്ലൂബ് വ മഹബ്ബതുഹു ലഹു വ ഇൽമുഹു ബിത്ത്വരീഖിൽ മൂസിൽ ഇലൈഹി വ അമലുഹു ബിഹി വ സബ്റുഹു അലാ ദാലിക്. 5 കാര്യങ്ങൾ അവൻ കരസ്ഥമാക്കുമ്പോഴാണ് അവന് കൃത്യമായ സന്തോഷം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണെന്നാൽ, ഒന്നാമത്തേത് ഇൽമുഹു ബിൻ നഈം, ആ നഈമിനെ കുറിച്ചുള്ള സുഖാനുഗ്രഹത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അവനുണ്ടായിരിക്കണം. രണ്ടാമത്തേത് വ മഹബ്ബതുഹു ലഹു, അത് കരസ്ഥമാക്കണമെന്ന ആഗ്രഹം അതവനുണ്ടായിരിക്കണം. മൂന്നാമത്തേത് വ ഇൽമുഹു ബിത്ത്വരീഖിൽ മൂസിൽ ഇലൈഹി, അതിലേക്ക് എത്തിപ്പെടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് അവനുണ്ടായിരിക്കണം. നാലാമത്തേത് വ അമലുഹു ബിഹി, ആ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുവാനും അവൻ തയ്യാറാകണം, ആ പ്രവർത്തനങ്ങളും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണമെന്ന്. അഞ്ചാമത്തേത് വസബ്റുഹു അലാ ദാലിക്, ആ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലെല്ലാം ക്ഷമ അവലംബിക്കുവാനും അവന് കഴിയേണ്ടതുണ്ട് എന്ന്. അപ്പം ഈ 5 കാര്യങ്ങൾ ഒരു അടിമയിൽ ഉണ്ടാകുമ്പോഴാണ് അവന് കൃത്യമായ സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ്. ഇനി അടുത്തതായി 15, 16 വചനങ്ങളിലേക്ക് പ്രവേശിക്കാം. ലൗനഹ യൗമദ്ദീൻ, ആയത്തിൻ്റെ അർത്ഥം പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ് എന്നാണ്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. യസ്ലൗനഹ എന്ന് പറഞ്ഞാൽ അവർ അതിൽ കടക്കും. യസ്ലൗന എന്ന് പറഞ്ഞാൽ അവർ കടക്കും. ഹ അതിൽ. യൗമദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ, ആ ദിവസം അവർ അതിൽ കടന്നെരിയുന്നതാണ് എന്നാണ്. ഇനി 16-ാമത്തെ വചനം. വമാഹും അൻഹ ബിഗായിബീൻ, ആയത്തിൻ്റെ അർത്ഥം അവർ അത് വിട്ട് മറഞ്ഞ് ഒഴിവായി പോകുന്നവരുമല്ല എന്നാണ്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. വമാഹും അവരല്ലതാനും, അൻഹ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് വിട്ടു പോകുന്നവരല്ല, ബിഗായിബീൻ മറഞ്ഞ് ഒഴിവായിക്കൊണ്ട് പോവുക. അപ്പോൾ വമാഹും അൻഹ ബിഗായിബീൻ, അവർ അത് വിട്ട് മറഞ്ഞ് ഒഴിവായിക്കൊണ്ട് പോകുന്നവരല്ല എന്നാണ്.
അഥവാ അതിലേക്ക് എത്താതെ ഒഴിഞ്ഞു മറഞ്ഞു പോകാൻ പറ്റൂല എന്ന്. ഇതിന് വിശദീകരണം നോക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, സുമ്മ ദക്കറ മാ യസീറു ഇലൈഹിൽ ഫുജ്ജാർ മിനൽ ജഹീമി വൽ അദാബിൽ മുഖീം. അള്ളാഹു സാറിനെ സംബന്ധിച്ച് അള്ളാഹു അവിടെ പരാമർശിച്ചു. അതേപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പരാമർശിച്ചു. അതിനുശേഷം ഫുജ്ജാറുകളെ കുറിച്ച് പറഞ്ഞു. ആ ഫുജ്ജാറുകൾക്ക് ലഭിക്കുന്ന സംബന്ധിച്ചും അവിടെ പറയുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞു വമാഹും അൻഹാ ബിഗായിബീൻ. ആ ഫുജ്ജാറുകളായുള്ള തെമ്മാടികളായുള്ള ആളുകൾ അവർ ഒരിക്കലും തന്നെ അതിന് മാറിപ്പോവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ശിക്ഷയെക്കുറിച്ച് ഒന്നും കൂടി അള്ളാഹു അവരെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത്. ലിഹാദാ ഖാല യസ്ലൗനഹാ യൗമദ്ദീൻ. അതുകൊണ്ടാണ് അതിന് ശേഷം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു അവർ അതിൽ എത്തുന്നതാണ്, യൗമദ്ദീൻ ഖിയാമത്ത് നാളിൽ അവരവിടെ അതിലേക്ക് എത്തുന്നതാണ് എന്ന് പറഞ്ഞത്. ഏതിലേക്ക്? ആ ജഹീമിലേക്ക് അവർ എത്തുന്നതാണ്, നരകത്തിലേക്ക്. ഐ യൗമൽ ഹിസാബി വൽ ജസാഇ വൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ പ്രതിഫല നടപടി നടക്കുന്ന സന്ദർഭത്തിൽ, വിചാരണ നടക്കുന്ന ആ ഒരു വേളയിൽ അവർ അതിലേക്ക് എത്തിപ്പെടുന്നതാണ് എന്നാണ്. വമാഹും അൻഹാ ബിഗായിബീൻ എന്ന് പറഞ്ഞാൽ ഐ ലാ യഗീബൂന അനിൽ അദാബി സഅതൻ വാഹിദ. ഒരു നിമിഷം പോലും ആ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ. അതിന്റെ ആ ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്നൊരു അംശം പോലും കുറക്കാനും അവർക്ക് കഴിയുകയില്ല. വലാ യുജാബൂന ഇലാ മാ യസ്അലൂന മിനൽ മൗതി അവിർ റാഹത്തി വലൗ യൗമൻ വാഹിദ. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും ആരോടെങ്കിലും ഒന്ന് അതിൽ പകരം കെടുക്കുവാനോ അല്ലെങ്കിൽ അതിനൊന്ന് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകുവാനോ ഒന്നിനും തന്നെ ആരും അവരെ സഹായിക്കുകയില്ല. അവർക്കാരെയും സഹായികളായിക്കൊണ്ട് ലഭിക്കുകയും ഇല്ല എന്നുള്ളതാണ്. ഇനി അൽ മുഹറർ അൽ വജീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. യസ്ലൗനഹ എന്ന് പറഞ്ഞാൽ മഅനാഹു യുബാശിറൂന ഹർറഹ ബി അബ്ദാനിഹിം. യസ്ലൗന എന്ന് പറഞ്ഞാൽ അവർ അതിൽ എത്തുമെന്നാണ്. എങ്ങനെ എത്തുന്നത്? യുബാശിറൂന ഹർറഹ ബി അബ്ദാനിഹിം. അവരുടെ ശരീരങ്ങൾ ആ പൂർണ്ണമായ ചൂട് അത് ഏൽക്കുക തന്നെ ചെയ്യുമെന്നാണ്. യൗമദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹുവ യൗമുൽ ജസാ. പരലോകത്ത് ജസാഇന്റെ പ്രതിഫലത്തിന്റെ ദിവസത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വഖൗലുഹു തആല വമാ ഹും അൻഹാ ബിഗായിബീൻ എന്ന് പറഞ്ഞത് ഖാല ബഅ്ദുൽ മുതഅവ്വിലീൻ, ചില ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട്. ഹാദാ തഅക്കുദുൻ ഫിൽ ഇഖ്ബാരി അൻ അന്നഹും യസ്ലൗനഹ. അവർ ആ നരകത്തിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും, അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റൂല എന്നൊരു ഒന്നിനെ ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയാണ് അപ്രകാരം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. വഅന്നഹും ലാ യംകിനുഹുൽ മഗീബ് അൻഹാ യൗമഇദിൻ. അന്നേ ദിവസം അതിന് മാറി മറയുവാനും ഒഴിഞ്ഞു മാറുവാനും ആരെക്കൊണ്ടും കഴിയുകയില്ല എന്നാണ്. ഇനി ഫത്ഹുൽ ഖദീറിൽ നൽകിയ വിശദീകരണങ്ങൾ, ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാഹ് നൽകിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. യസ്ലൗനഹ യൗമദ്ദീൻ എന്ന് പറഞ്ഞാൽ ഐ യൗമൽ ജസാഇ അല്ലദീ കാനൂ യുകദ്ദിബൂന ബിഹി. അവർ ഇവിടെ ഇഹലോകത്ത് കളവാക്കിക്കൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ട് അവർക്ക് ലഭിക്കുന്ന ദിവസം. വമഅന യസ്ലൗനഹ എന്ന് പറഞ്ഞാൽ അന്നഹുസമൂനഹ മുഖാസീന ലിവജ്ഹിഹ വഹദ്ദിഹ യൗമഇദിൻ. അഥവാ യസ്ലൗനഹ അവർ അതിൽ എത്തുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ നിർബന്ധിതരായിക്കൊണ്ട് അവരുടെ മുഖം അതിൽ ചെന്ന് പതിക്കുന്ന രീതിയിൽ അവിടെ അവർ എത്തി നിൽക്കുന്നതായിരിക്കും എന്നാണ്. അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം അവർ നിർബന്ധിതരായിരിക്കും എന്നർത്ഥം. വമാഹും അൻഹാ ബിഗായിബീൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് കുറച്ചും കൂടി ബലപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലാ യുഫാരിഖൂനഹ അബദൻ, അതിനൊരു കാരണവശാലും അവർ പിന്മാറിപ്പോവുകയില്ല. വലാ യഗീബൂന അൻഹാ ബൽ ഹും ഫീഹ, അതിന് മാഞ്ഞു മറിയാൻ കഴിയുകയില്ല, അവർ അതിൽ തന്നെ ചെന്ന് പതിക്കുന്നതായിരിക്കും എന്നാണ്. വഖീൽ അൽ മഅന, മറ്റൊരു രീതിയിലും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വമാ കാനു ഗായിബീന അൻഹാ ഖബ്ല ദാലിക ബിൽ കുല്ലിയതി. ആ നരകത്തിന്റെ വക്കിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അഥവാ ബർസഖിയായ ലോകത്ത് അവരുടെ ഖബറിൽ വെച്ച് പോലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയുകയില്ല. ബൽക്കാനു യജിദൂന ഹർറഹ ഫി ഖുബൂരിഹിം, അതിന്റെ ചൂട് അവരുടെ ഖബറിൽ നിന്ന് പോലും അവർ അനുഭവിച്ചു തുടങ്ങും. അവിടെ പോലും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിലും അതിനർത്ഥം നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇനി അതിനുശേഷം ആ നരകത്തിന്റെ ഭീകരതയെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയുകയാണ്, സുമ്മ അല്ലമ സുബ്ഹാനഹു ദാലികൽ യൗം ഫഖാല വമാ അദ്റാക മാ യൗമുദ്ദീൻ. ഇനി ആ പ്രതിഫല ദിവസത്തെക്കുറിച്ച്, ആ ദീനിന്റെ ദിവസത്തെക്കുറിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്തറിയാം? വീണ്ടും പറയുന്നു സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, അഥവാ ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പ്രവാചകരെ
താങ്കൾക്ക് എന്തറിയാം, ആ ഹിസാബിൻ്റെ വേളയെക്കുറിച്ച് അതിൻ്റെ ഗൗരവം എന്താണെന്നറിയാമോ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി വിശദീകരണം അതിൻ്റെ ശേഷമുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.